ഹലോ ഫ്രണ്ട്സ്, SSA കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പുനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ ഡോണറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിലേക്ക് മെയിനായിട്ട് ഈസ്റ്റ് വേണം. അതിന് ഞാൻ ഡ്രൈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ആദ്യം അതിനെ ഒന്ന് ഫെർമെൻറ്റേഷന് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലൂക്ക് വോം മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം 2.5 ടീസ്പൂണാണ് ഞാനിവിടെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് നമ്മൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ മാവിലേക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഈസ്റ്റ് ചത്തിട്ടുണ്ടോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഫെർമെൻറ്റേഷൻ നടക്കാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ചെയ്യുന്നുള്ളത്. ഫസ്റ്റായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് ഞാൻ ഷുഗർ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ. ഇങ്ങനെ പൊടിച്ചെടുത്ത് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 കപ്പ് മൈദയില്ലേ, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂണ് ബട്ടറാണ് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം, എന്നാലാണ് കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുള്ളൂ. ഇത് നമ്മൾക്ക് ഒന്ന് കൈവച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ ഇങ്ങനെ നമ്മൾ കയ്യിൽ പിടിക്കുന്ന ടൈമിൽ ഇതുപോലെ ഇങ്ങനെ കട്ടാവുന്ന പോലെ തോന്നണം. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ വനില എസൻസ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ വനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതാ നമ്മളുടെ ഈസ്റ്റ് ഇവിടെ ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇതിനെ കുഴച്ചെടുക്കുന്നുള്ളത്. അത് ഇളം ചൂടുള്ള പാല് ആവുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. നമ്മൾക്കിവിടെ നല്ല തണുപ്പാണ്, അത് കാരണം 2 മണിക്കൂർ തന്നെ വേണ്ടി വന്നു ഇത് നല്ല പോലെ ഒന്ന് ഫെർമെൻറ്റേഷൻ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കുഴക്കുന്ന പാകം ഇത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പാകമില്ലേ, സ്റ്റിക്കി ടൈപ്പ്, ആ ടൈപ്പാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അല്ലാതെ ചപ്പാത്തി മാവിനെ പോലെ കുറച്ച് ഹാർഡായിട്ട് അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ ആയിരിക്കണം, ഒരു സ്റ്റിക്കി ടൈപ്പ്. നമ്മൾ പിസ്സാൻ്റെ ഡോ ഒക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെ മാത്രമാണ് കേട്ടോ. എന്നിട്ട് നമ്മളൊരു ലാമിനേഷൻ ഫിലിം റാപ്പിംഗ് വെച്ചിട്ട് ഇവിടെ റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മേലേക്ക് കുറച്ച് ചൂടുള്ള ചട്ടിയാണ് കേട്ടോ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ള ചൂടുള്ള പാന്. അപ്പം അതിൻ്റെ ചൂടുകൊണ്ട് പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 hour ആകുമ്പോഴത്തേനും നമ്മൾക്ക് ഇതാ ഇവിടെ നല്ല പോലെ ഫെർമെൻറ്റേഷൻ ആയിട്ട് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കുഴച്ച് വെച്ചതിൻ്റെ ഡബിളായിട്ട് കിട്ടും നമ്മൾ എപ്പോഴും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുത്താലും മതി. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഇതിനെ ഇതുപോലെ കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് 2 പോർഷൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ 4 പോർഷൻ ആക്കിയിട്ടോ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടും നമ്മൾക്ക് ഇതിനെ പരത്തിയിട്ട് ഡോണറ്റിൻ്റെ ടൈപ്പിലാക്കിയിട്ട് എടുക്കാവുന്നതുമാണ് കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ബോൾസ് ആക്കി എടുക്കും. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ ഡോണറ്റ് ആക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഡോണറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ ഇതുപോലെയാണ് ഞാൻ ഫസ്റ്റ് ചെയ്തെടുക്കുന്നുള്ളത്. പിന്നീട് ഒരുമിച്ചിട്ട് 3-4 എണ്ണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു പോർഷൻ എടുത്തിട്ട് ഒന്ന് നമ്മൾക്ക് ഈ ചപ്പാത്തിയൊക്കെ പരത്തുന്ന കോലില്ലേ അതിലൊന്ന് ജസ്റ്റ് പരത്തി കൊടുത്താൽ മതി. നല്ലോണം അമർത്തി പ്രസ് ചെയ്തൊന്നും പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇതാ ഇതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നില്ലേ അതുപോലെ ആക്കിയിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും ചപ്പാത്തീൻ്റെ അത്രയ്ക്കും തിന്നായിട്ടല്ല, കുറച്ച് കട്ടിയായിട്ട് തന്നെ നമ്മളുടെ പിസ്സേൻ്റെ ഡോ ഒക്കെ ഉണ്ടാവില്ലേ അതിനേക്കാളും കുറച്ച് കട്ടി കൂടിയിട്ടാണ് ഈ ഡോണറ്റിൻ്റെ മാവിനെ ഒന്ന് പരത്തിയെടുക്കുന്നുള്ളത്. എന്നിട്ട് നമ്മൾക്ക് കയ്യിൽ ഡോണറ്റിൻ്റെ കട്ടറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ
ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന കിണ്ണൊക്കെ ഇല്ലേ, കപ്പ്, ആ കപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നോർമലി ആയിട്ട് സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെ ആണെങ്കിലും എല്ലാം ഗ്ലാസ്സൊക്കെ ഇല്ലാതെ ഒരു വീട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഗ്ലാസ് വെച്ചിട്ടാണെങ്കിലും നമ്മൾക്ക് ഈ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഒരു ചെറിയ ബോൾ അടിച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ നടുവിലത്തെ പോർഷന് ഞാൻ നമ്മളുടെ നോസിലില്ലേ കേക്കിൻ്റെ, അതാണ് കേട്ടോ ഇത്, അത് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അതിൻ്റെ നടുവിലത്തെ പോർഷന് ഞാൻ കളയുന്നൊന്നുമില്ല, അതും അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അത് കുഞ്ഞു കുഞ്ഞായിട്ടാകുമ്പോൾ അത് പൊങ്ങി വരുമല്ലേ, ബോൾസ് പോലെ ആയിട്ട് വരും. അപ്പോൾ അത് കഴിക്കാനും ഒത്തിരി ഇഷ്ടമാണ് മക്കൾക്കൊക്കെ. ആ കാരണം ഞാൻ അതും അതുപോലെ തന്നെ വീണ്ടും അതിനെ പരത്തിയിട്ട് മാവാക്കുന്നില്ല, അതിനെ ഡയറക്റ്റ് എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാമെന്ന്. നമുക്കിതിനെ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. എന്താ കണ്ടില്ലേ, ഞാൻ ആ കുഞ്ഞു ബോളാക്കിയിട്ട് അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഓയിൽ നല്ലോണം ചൂടായിരിക്കണം, പക്ഷേ ഹൈ ഫ്ലെയിമിലും വെക്കാനും പാടില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് മേലെയൊക്കെ ബ്രൗൺ കളറാവും, അകം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ, ഒട്ടും ഫ്ലോപ്പ് ആവാത്ത നല്ല പെർഫെക്റ്റ് ഡോണറ്റ് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. ഇതിൽ ഞാൻ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. ഇതെനിക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇടാത്തിരുന്നത്. ഇത് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കൂടി ഈ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് തോന്നി, അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.